അന്താരാഷ്ട്ര തലത്തിൽ വൻ നയതന്ത്ര സൈനിക ചർച്ചകൾക്ക് വഴി തുറന്ന അതീവ ഗുരുതരവും നാടകീയവുമായ ഒരു സംഭവം അരങ്ങേറിയിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും തിരക്കേറിയ കപ്പൽ ചാലുകളിലൊന്നായ ഇംഗ്ലീഷ് ചാനലിൽ വെച്ച് ബ്രിട്ടീഷ് പൗരന്മാരുടെ ആഡംബര യാട്ടിന് നേരെ റഷ്യൻ മുൻനിര യുദ്ധക്കപ്പൽ വെടിയുതിർത്തതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. ഐൽ ഓഫ് വൈറ്റിന് തെക്ക് ഏകദേശം 20 നോട്ടിക്കൽ മൈൽ അകലെ അന്താരാഷ്ട്ര ജലാശയത്തിലാണ് യുദ്ധസമാനമായ ഈ സാഹചര്യം ഉടലെടുത്തത്. കടലിൽ കടുത്ത ഭീതി പടർത്തിയ ഈ സംഭവം കേവലം ഒരു യാദൃശ്ചികതയല്ല, മറിച്ച് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായ അത്യന്തം അപകടകരമായ നീക്കമാണെന്ന വിലയിരുത്തലിലാണ് പ്രതിരോധ വിദഗ്ധർ. റഷ്യൻ നാവികസേനയുടെ ഏറ്റവും മാരകശേഷിയുള്ള ഫ്രണ്ട് ലൈൻ യുദ്ധക്കപ്പലുകളിലൊന്നായ അഡ്മിറൽ ഗ്രിഗോറോവിച്ചാണ് ഈ സംഭവത്തിലെ വില്ലൻ. ബ്രിട്ടീഷ് രജിസ്ട്രേഷനുള്ള ബ്രൈറ്റ് ഫ്യൂച്ചർ എന്ന സിവിലിയൻ വിനോദ കപ്പലിനു നേരെയാണ് റഷ്യൻ യുദ്ധക്കപ്പലിൽ നിന്നും ലൈവ് വാർണിംഗ് ഷോട്ടുകൾ ഉതിർക്കപ്പെട്ടത്. സാധാരണഗതിയിൽ സൈനികാഭ്യാസങ്ങളോ കടുത്ത സുരക്ഷാ ലംഘനങ്ങളോ ഉണ്ടാകുമ്പോൾ മാത്രം ചെയ്യുന്ന ഇത്തരം പ്രകോപനങ്ങൾ ഒരു സാധാരണ ടൂറിസ്റ്റ് ബോട്ടിന് നേരെ ഉണ്ടായത് ബ്രിട്ടനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ബ്രൈറ്റ് ഫ്യൂച്ചർ എന്ന യാട്ടിൽ ആ സമയം യാത്ര ചെയ്തിരുന്ന ബ്രിട്ടീഷ് ദമ്പതികൾക്ക് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഭീതിതമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടി വന്നത്. പെട്ടെന്ന് ആകാശത്തേക്ക് വെടിയൊച്ചകൾ ഉയർന്നതോടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും അവർക്ക് ആദ്യ നിമിഷങ്ങളിൽ സാധിച്ചില്ല. ഭയന്നു വിറച്ച ദമ്പതികൾ ജീവൻ രക്ഷിക്കാനായി ബോട്ടിന്റെ കോക്പിറ്റ് ഫ്ലോറിൽ കിടക്കുകയാണ് ചെയ്തത്. ഈ സംഭവം ലണ്ടനിലും നാറ്റോ സഖ്യത്തിലും വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് ഉയർത്തിവിട്ടത്. ലോകത്തെ പ്രമുഖ സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായ G7 ഉച്ചകോടി നടക്കുന്ന വേളയിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നത് ഇതിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു. റഷ്യ മനഃപൂർവ്വം ബ്രിട്ടനെ പ്രകോപിപ്പിക്കാനും തങ്ങളുടെ സൈനിക കരുത്ത് കാണിച്ചു ഭയപ്പെടുത്താനും വേണ്ടി ആസൂത്രണം ചെയ്ത നീക്കമാണിതെന്ന് ആദ്യഘട്ടത്തിൽ ശക്തമായ ആരോപണമുയർന്നു. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു സൈനിക നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ വിഷയത്തിൽ തികച്ചും വ്യത്യസ്തമായ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തി. ഇതൊരു ആസൂത്രിത അധിനിവേശ ശ്രമമോ അല്ലെങ്കിൽ ബ്രിട്ടനെ ലക്ഷ്യമിട്ടുള്ള നേരിട്ടുള്ള സൈനിക ആക്രമണമോ അല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സാധാരണഗതിയിൽ റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അഗ്രസീവ് നയതന്ത്രത്തിന്റെ തുടർച്ചയായി ഇതിനെ കാണേണ്ടതില്ലെന്ന സൂചനയാണ് സ്റ്റാർമർ നൽകിയത്. ബ്രിട്ടീഷ് മിലിറ്ററി ഇന്റലിജൻസും പ്രതിരോധ വകുപ്പും നടത്തിയ പ്രാഥമിക വിലയിരുത്തലുകൾ പങ്കുവച്ചുകൊണ്ടാണ് സ്റ്റാർമർ രംഗത്തെത്തിയത്. ബ്രിട്ടീഷ് വ്യോമസേനയും നാവികസേനയും നടത്തിയ നിരീക്ഷണങ്ങളിൽ നിന്നും റഷ്യൻ യുദ്ധക്കപ്പലായ അഡ്മിറൽ ഗ്രിഗോറോവിച്ചിന് സാങ്കേതിക തകരാർ സംഭവിച്ചിരിക്കുന്നുവെന്നാണ് വ്യക്തമാക്കുന്നത്. കടലിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ആ സമയം ഈ റഷ്യൻ കപ്പൽ. എഞ്ചിൻ തകരാറോ അല്ലെങ്കിൽ നാവിഗേഷൻ സംവിധാനങ്ങളിൽ ഉണ്ടായ പിഴവോ കാരണം കപ്പൽ പൂർണ്ണമായും ഔട്ട് ഓഫ് കൺട്രോൾ ആയ അവസ്ഥയിലായിരുന്നുവെന്ന് ബ്രിട്ടീഷ് സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. നിയന്ത്രണമില്ലാതെ കടലിലൂടെ ഒഴുകി നടന്ന റഷ്യൻ യുദ്ധക്കപ്പൽ യാദൃശ്ചികമായാണ് ബ്രിട്ടീഷ് യാട്ടിന് സമീപത്തേക്ക് എത്തിയത്. കപ്പലിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ തങ്ങളുടെ സാങ്കേതിക തകരാർ മറച്ചുവെക്കാനോ അല്ലെങ്കിൽ സമീപത്തുള്ള മറ്റ് കപ്പലുകൾ വന്ന് ഇടിക്കാതിരിക്കാനോ ആകാം റഷ്യൻ നാവികർ വെടിയുതിർത്തതെന്നാണ് കരുതപ്പെടുന്നത്. ഒരാഗോള മഹാശക്തിയുടെ അത്യാധുനിക യുദ്ധക്കപ്പൽ ഇംഗ്ലീഷ് ചാനൽ പോലെ തന്ത്രപ്രധാനമായ ഒരു മേഖലയിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒഴുകി നടന്നു എന്നത് റഷ്യൻ നാവികസേനയുടെ നിലവാരത്തെക്കുറിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. കപ്പലിലെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത വീഴ്ചയും പരിഭ്രാന്തിയുമാണ് ഒരു സാധാരണ ടൂറിസ്റ്റ് ബോട്ടിന് നേരെ വെടിയുതിർക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഈ പ്രകോപനം നടക്കുമ്പോൾ UK പ്രധാനമന്ത്രി G7 ഉച്ചകോടിയുടെ വേദിയിലായിരുന്നുവെന്നത് സംഭവത്തിന്റെ വ്യാപ്തി കൂട്ടി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കടുത്ത വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്ന നാറ്റോ സഖ്യത്തിന് ഈ സംഭവം വലിയൊരു നയതന്ത്ര ആയുധമായി മാറി. റഷ്യൻ നാവികസേന അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് എത്രത്തോളം അപകടകരമായാണ് പെരുമാറുന്നത് എന്ന് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടാൻ ബ്രിട്ടൻ ഈ അവസരം ഉപയോഗിച്ചു. റഷ്യയുടെ ഈ നീക്കം തികച്ചും അവിവേകപൂർണമാണെന്ന് G7 വേദിയിലും ചർച്ചയായി. ബ്രിട്ടീഷ് തീരത്തോട് ഇത്രയും അടുത്ത് വെച്ച് ഇത്തരം ഒരു സംഭവം ഉണ്ടായത് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ചുള്ള ചർച്ചയ്ക്കും വഴി തുറന്നിട്ടുണ്ട്. റഷ്യൻ കപ്പലുകൾ ഇംഗ്ലീഷ് ചാനലിലൂടെ കടന്നു പോകുമ്പോൾ റോയൽ നേവി നിരന്തരമായി നിരീക്ഷിക്കാറുണ്ടെങ്കിലും ഇത്രയും അടുത്തേക്ക് വന്ന് വെടിയുതിർക്കുന്നത് തടയാൻ കഴിഞ്ഞില്ല എന്നത് പ്രതിപക്ഷ പാർട്ടികൾ ആയുധമാക്കുന്നുണ്ട്. അതേസമയം കോക്പിറ്റിൽ ഒളിച്ചിരുന്ന് കഷ്ടിച്ച് ജീവൻ രക്ഷപ്പെട്ട ബ്രിട്ടീഷ് ദമ്പതികളുടെ സാക്ഷ്യപ്പെടുത്തലുകൾ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി തുടരുകയാണ്. തങ്ങളുടെ അവധിക്കാല യാത്ര ഇത്തരമൊരു ദുരന്തമുഖത്ത് അവസാനിക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഒരു അന്താരാഷ്ട്ര സൈനിക പ്രതിസന്ധിയുടെ മധ്യത്തിൽ യാദൃശ്ചികമായി അകപ്പെട്ടു പോയ സാധാരണ പൗരന്മാരുടെ മാനസികാവസ്ഥയാണ് അവരുടെ വാക്കുകളിൽ പ്രകടമായത്.
ഈ സംഭവത്തെ വെറും ഒരു സാങ്കേതിക തകരാറായി കണ്ട് തള്ളിക്കളയാൻ കഴിയില്ലെന്നാണ് നയതന്ത്ര രംഗത്തുള്ള ചിലർ വ്യക്തമാക്കുന്നത്. കാരണം റഷ്യ മനഃപൂർവ്വം തങ്ങളുടെ കപ്പൽ നിയന്ത്രണം നഷ്ടപ്പെട്ടതുപോലെ അഭിനയിപ്പിച്ച് ബ്രിട്ടനെ പ്രകോപിപ്പിച്ചതാണോ എന്ന സംശയവും പൂർണ്ണമായി മാറിയിട്ടില്ല. UK ഭരണകൂടം നിലവിൽ കടുത്ത ജാഗ്രതയിലാണ്. ഇംഗ്ലീഷ് ചാനലിൽ റോയൽ നേവിയുടെ പെട്രോളിംഗ് ശക്തമാക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. റഷ്യയുടെ ഭാഗത്തുനിന്ന് ഇനി ഇത്തരം നിയന്ത്രണം നഷ്ടപ്പെട്ട പ്രകടനങ്ങൾ ഉണ്ടായാൽ കർശനമായി തിരിച്ചടി നൽകുമെന്ന സൂചനയും സൈനിക വൃത്തങ്ങൾ നൽകുന്നു. റഷ്യൻ യുദ്ധക്കപ്പലിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ മോസ്കോയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ വിശദീകരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. തങ്ങളുടെ കപ്പലുകൾ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചാണ് സഞ്ചരിക്കുന്നതെന്ന പതിവ് പല്ലവി മാത്രമാണ് റഷ്യൻ മാധ്യമങ്ങൾ പങ്കുവെക്കുന്നത്. ലണ്ടൻ നഗരത്തെയും ആഗോള രാഷ്ട്രീയത്തെയും ഒരുപോലെ പിടിച്ചുലച്ച ഈ സംഭവം ഒടുവിൽ വലിയൊരു യുദ്ധത്തിലേക്ക് വഴിമാറിയില്ല എന്നത് ആശ്വാസകരമാണ്. കീർ സ്റ്റാർമറുടെ പക്വതയാർന്ന നയതന്ത്ര ഇടപെടലും സൈനിക നിഗമനങ്ങളും സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ സഹായിച്ചു. എങ്കിലും ഇംഗ്ലീഷ് ചാനലിലെ നീല തിരമാലകൾക്ക് മുകളിൽ റഷ്യൻ കപ്പൽ വിതച്ച ഭീതിയുടെ നിഴൽ അത്ര പെട്ടെന്നൊന്നും വിട്ടുമാറില്ലെന്ന് ഈ സംഭവം തെളിയിക്കുന്നു.